സംസ്ഥാനത്ത് കൂടുതൽ നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ തുടങ്ങാൻ സർക്കാർ ഒരുങ്ങുകയാണ്. കൊച്ചിയിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ മുഖാമുഖം പരിപാടിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം തിരുവനന്തപുരം മാനവീയം വീഥിയിലാണ് ആദ്യം ഇത് നൈറ്റ് ലൈഫ് തുടങ്ങിയത്. മാനവീയം വീഥിയിൽ നിന്ന് MG പ്രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം മാനവീയം വീഥിയാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം. വലിയ സ്വീകാര്യതയാണ് സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിക്ക് ലഭിച്ചത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി മറ്റ് ജില്ലകളിലേക്ക് കൂടി അല്ലെങ്കിൽ ഈ കൂടുതൽ നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ളൊരു ആലോചന സർക്കാരിനുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോടും കൊച്ചിയിലും മാനവീയം വീഥിക്ക് സമാനമായ രീതിയിൽ നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ തുറക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാനവീയം വീഥി സഞ്ചാരികൾക്കും ഒപ്പം മറ്റ് ജനങ്ങൾക്കുമായി തുറന്നു കൊടുക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് നിരീക്ഷണം കർശനമാക്കുകയും ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നതോടുകൂടിയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ തിരുവനന്തപുരം മാനവീയം വീഥി തിരുവനന്തപുരത്തെ ജനങ്ങളും ഒപ്പം മറ്റ് പുറത്തുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വലിയ തരത്തിൽ ടൂറിസത്തിന് കൂടി സാധ്യതയുള്ള രാത്രികാല സഞ്ചാരികൾക്കൊക്കെ വന്ന് ഇരിക്കാനും വർത്തമാനം പറയാനും ഒക്കെ തന്നെ ഒരു പ്രിയപ്പെട്ട ഇടമായി മാനവീയം വീഥി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി സമാനമായ രീതിയിൽ ഈ നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ തുടങ്ങാൻ സർക്കാർ ആലോചിക്കുന്നത്. ഇവിടത്തേതിന് സമാനമായ രീതിയിൽ തന്നെ ശക്തമായ പോലീസ് സുരക്ഷയിലും നിരീക്ഷണത്തിലുമായിരിക്കും മറ്റിടങ്ങളിലും ഇത്തരത്തിൽ കേന്ദ്രങ്ങൾ തുടങ്ങുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം സഹകരണത്തോടെ ആയിരിക്കും നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ തിരുവനന്തപുരത്തിന് പുറമെ കൊച്ചിയിലും കോഴിക്കോടും നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ സർക്കാർ തുടങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്ന് ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം MG പ്രതീഷ്, 24.